എല്ലാ ശ്രോതാക്കളും, പ്രത്യേകിച്ച് എല്ലാ മുജാഹിദീകളും ദയവായി ഈ ക്ലിപ്പ് മുഴുവനും കേൾക്കേണ്ടതാണ്. ഹുസൈൻ സലഫി വന്നിട്ട് ഖണ്ഡനത്തിൽ വലിയ ആനത്തല പോലെ വലിയ ചോദ്യങ്ങൾ ചോദിക്കും. അവസാനം അതിനൊന്നും മറുപടിയും ഉണ്ടാവില്ല. പേരോട് ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു കൊടുത്താൽ പിന്നെ തിരിച്ചത് ചോദിക്കുകയും ചെയ്യില്ല, അതിന് മറുപടിയും ഉണ്ടാവില്ല. പെട്ടെന്ന് ഒഴിഞ്ഞു മാറും. ദയവായി എല്ലാവരും ഈ രസകരമായ ക്ലിപ്പ് കേൾക്കുക. ഹുസൈൻ സലഫി ഒന്നാം ഖണ്ഡനത്തിൽ കാണിച്ച തട്ടിപ്പ് പേരോട് ഉസ്താദ് ഖണ്ഡിക്കുകയും അങ്ങനെ ഹുസൈൻ സലഫി ആ ഖണ്ഡനത്തിൽ കുടുങ്ങുകയും അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഹുസൈൻ സലഫി പിന്നീട് അഞ്ചാം ഖണ്ഡനത്തിൽ ഒരു മറു ചോദ്യം എന്ന നിലയ്ക്ക് ഒരു വലിയ ആനത്തല പോലത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഉണ്ടായത്. അത്രയും ടൈം എടുത്തു ഹുസൈൻ സലഫിക്ക് ഇതിനൊരു മറു ചോദ്യം ചോദിക്കാൻ. അങ്ങനെ ആ അഞ്ചാം ഖണ്ഡനത്തിലെ മറു ചോദ്യത്തിനും ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ സലഫി ആറാം ഖണ്ഡനത്തിന് വേറൊരു ചോദ്യവുമായിട്ട് വന്നു. അതിനും ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ സലഫി മിണ്ടിയില്ല. ഈ രസകരമായ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് രസകരമായി കേൾക്കാം. എല്ലാവരും ഇത് ദയവായി കേൾക്കണം. എന്നിട്ട് ഹുസൈൻ സലഫിയുടെ പേരോട് പറയുന്നത് കഫറൂബി റബ്ബിഹിം, മക്കാ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിനെ നിഷേധിച്ചു, അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്ന് പേരോട് പറയുന്നു. അങ്ങനെ ഖുർആനിലില്ലേ? അവിശ്വസിച്ചു ഖുർആനിലില്ലേ? എടുക്ക് നിങ്ങളെ പരിപാടി, മുജാഹിദിന്റെ പരിപാടി. എന്താ ഖുർആനിലുള്ളത്? പാച്ചക്കള്ളം എന്ന് പറയേ. ഇസ്ലാമിനെതിരെ നിങ്ങളെ മുജാഹിദിന്റെ പരിപാടി എടുത്തു വായിക്കും. എന്തായാലുള്ളത് വായിച്ചേ. ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, എന്താ അർത്ഥം? അക്കൂട്ടർ അവരുടെ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. മക്കാ മുശ്രിക്കുകൾ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. ഖുർആന് നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ലേ ഞാൻ പറഞ്ഞത്? പേരോട് പറയുമ്പോഴേക്ക് അത് ഇസ്ലാം അല്ലാന്നോ? ഖുർആനിലുള്ളതല്ലേ അത്? മൗലവി അതെ ഞാൻ ചോദിച്ചു, എന്തും ബാറ്റിലാക്കിയിട്ടാ വന്നത്? ഇനി വേറൊരു ആയത്ത് സഹോദരന്മാർ മനസ്സിലാക്കണം. ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം ഒരായത്ത്. ഇനി വേറൊരു ആയത്ത്, മറ്റേ ആയത്ത് എന്താ പറഞ്ഞത്? നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു, നിനക്കു നാം വഹീ സന്ദേശം നൽകിയതിനെ നീ അവർക്ക് ഓതി കേൾപ്പിക്കുവാൻ വേണ്ടി അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു, റഹ്മാനിൽ അവിശ്വസിക്കുന്നു. യക്ഫുറൂന ബിർറഹ്മാൻ. ഇത് ഞാൻ പറഞ്ഞപ്പോ തെളിവല്ല പോലും, നിങ്ങളെ പരിഭാഷയിലുള്ളതിന്. ഇനി സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം, നിഷേധിച്ചു എന്ന് വേണോ ഉമർ മൗലവിന്റെ പരിഭാഷ? അതിന് ശരിക്കും നിഷേധിച്ചു തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൗലവി നേരെ തിരിച്ചു ഉരുട്ടാണ്. കിതാബ് തൗഹീദിലുണ്ട് വലാ തജഅലുല്ലാഹി അൻദാദൻ. പിന്നെന്താ ഉള്ളത്? വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. പിന്നെന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ മൗലവി വെച്ചതറിയോ? അവിടെ ഇമാം ബുഖാരി പറയുന്നുണ്ട്, എന്ത് ഫദാലിക ഈമാനുഹും വഹും യഅബുദൂന ഗൈറഹു. അതിന് മൗലവി പറയാ, അപ്പൊ അവർ ഈമാനുള്ളവരായിരുന്നു എന്നതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. നേരെ തലതിരിച്ച് അത് ഇമാം ബുഖാരി കൊണ്ടുവന്ന എന്തിനാ? അവര് മുഅ്മിനീങ്ങളല്ല എന്ന് പറയാനാ. അവര് മുഅ്മിനീങ്ങളല്ല, അവര് ആരാ? ആകാശം ഭൂമി പഠിച്ചത് നിൽക്കുമ്പോ അല്ലാഹ്. എന്നിട്ടോ അള്ളാഹ് കൂറുകാരുണ്ട് എന്ന് ബാധിക്കുകയും ചെയ്യൂ. അപ്പൊ ഇതിന് അള്ളാഹു വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ളൊരു അമ്മ ഇല്ലല്ലോ. കൂറുകാരനുള്ളൊരു അമ്മ ഉണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അള്ളാഹുവിനെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരല്ലാന്ന അതിന്റെ മഹന. അപ്പൊ പിന്നെ ദാരിക്ക ഈമാനുഹും എന്ന് പറഞ്ഞതോ? പദാരിക്ക ഈമാനുന്ന് അതാ അവരെ ഈമാന് എന്ന് പറഞ്ഞാൽ അത് ഈമാനല്ല. ഏതുപോലെ നമ്മൾ പറയില്ലേ, ചെറിയ കുട്ടികള് കുറച്ച് മണ്ണുകൊണ്ട് പിട്ട് ചുട്ട്, മണ്ണുകൊണ്ട് പിട്ടിയുടല്ലേ നമ്മളെ കുട്ടികൾ. എന്തോ കുറച്ച് കഴിയുമ്പോ തട്ടിക്ക് മറിച്ചാൽ എന്ത് പറഞ്ഞു? അതാ ഓന്റെ പിട്ട്, ഇന്നലെ തിന്നാൻ പറ്റുന്നതല്ലേ ഇത്, അതാ ഓന്റെ പിട്ട്. ഈ പറഞ്ഞ പോലെ പറഞ്ഞതാ, അതാ അവരെ ഈമാൻ, അവരെ ഈമാൻ എന്നെ ഈമാനല്ല. ഏതുപോലെ വമാകാന സലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ
മുക്കാഅൻ വതസ്ദിയ. ആ മുശ്രിക്കുകളെ നിസ്കാരം ഒന്നര മുട്ടും പിടിയാണ്. അത് നിസ്കാരമല്ല എന്നാ പറഞ്ഞത്. അത് നിസ്കാരമല്ല. ഈമാൻ, അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് പ്രസംഗിച്ചതാ. ബുഖാരി മുഴുവൻ കാട്ടിട്ട് എന്റെ മൗലവി എന്നോട് ചോദ്യോ. എന്താ ചോദ്യോ? ഇപ്പൊ പറയാൻ നേരല്ല, എത്ര ഉണ്ട് പറയാന്, ഞാൻ ചുരുക്കാണ്. മൗലവിന്റെ ചോദ്യോ എന്നറിയോ? ബുഖാരി തന്നെ വ്യക്തമായിട്ടുണ്ട്. ഈമാൻ കാര്യം 6 പറഞ്ഞല്ലോ, അതൊരു ഹദീസാണ്. എന്നാൽ ചുരുക്കിയിട്ട് ബുഖാരിയിൽ വേറെ സ്ഥലത്തുണ്ട്. അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കാൻ എന്താന്ന് നിങ്ങൾക്കറിയാമോ? റസൂൽ ചോദിക്കുകയാണ്. സഹാബത്ത് ഖാലു അല്ലാഹു റസൂലുഹു അലം. അപ്പൊ അല്ലാഹു റസൂലിനെ പറഞ്ഞു കൊടുക്കുക, അൻത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാ ഈമാൻ. അതുണ്ടായിരുന്നു അബൂജഹലിന്. അബൂജഹൽ ശ്രദ്ധിച്ചോ? ഫദാലിക ഈമാനുഹും എന്നല്ലേ പേരോട് എന്ത് പറഞ്ഞത്? അതാ അവരുടെ ഈമാൻ എന്ന് പറഞ്ഞ്. എന്നാ നിങ്ങൾ ഒന്നും കൂടി അർത്ഥം വെച്ചോ. ഏതാണെന്നറിയോ? ഒരു വാചകം ശ്രദ്ധിച്ചോ. മിൻ ഈമാനിഹിം. ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, മിൻ ഈമാനിഹിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മിൻ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. മിൻ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖസ് സമാവാതി, ആകാശങ്ങളെ ആരാ പടച്ചത്? വമൻ ഖലഖൽ അർള, ഭൂമിയെ ആരാണ് പടച്ചത്? വമൻ ഖലഖൽ ജിബാല, പർവ്വതങ്ങളെ സൃഷ്ടിച്ചതാരാണ്? ഖാലൂ അല്ലാഹയാണെന്നവർ പറയും. വഹും ബിഹി മുശ്രികൂൻ, അതോടൊപ്പം അവരിൽ അല്ലാഹുവിൽ അവർ പങ്കു ചേർക്കുകയും ചെയ്യുന്നു. നോക്കൂ, മിൻ ഈമാനിഹിം ഇനിയിപ്പോ എന്താ പറയാ? എങ്ങനെ ഇനി അർത്ഥം വെക്കുക? എങ്ങനെ അർത്ഥം വെക്കുക? പഠിപ്പിച്ചു തരാം. കേട്ടോ, പഠിച്ചോ, നന്നായിട്ട് പഠിച്ചോ. അർത്ഥം വെച്ചത് തെറ്റാണ്. വഹും ബിഹി മുശ്രികൂൻ എന്നത് അത് വസ്ഫാണ്, ഇസ്മു ഫായിലാണ്. നിങ്ങൾ അർത്ഥം വെച്ചത് മുദാരിയായ ഫീലിന്റെ അർത്ഥമാണ്. മീസാനോദി പഠിക്കണം, മീസാനോദി പഠിക്കണം. വഹും ബിഹി മുശ്രികൂൻ എന്നത് എന്താ നിങ്ങൾ അർത്ഥം വെച്ചത്? ഇസ്മു ഫായിലിന്റെ അർത്ഥമാണോ വെച്ചത്? അല്ല, മുദാരിയായ ഫീലിന്റെ അർത്ഥമാണോ വെച്ചത്? അർത്ഥം വെച്ചത് തെറ്റാണ്. ഇനി പഠിപ്പിച്ചു തരാൻ എന്തായാലും അർത്ഥം വെക്കാണ് കേട്ടോ. മിൻ ഈമാനിഹിം ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാതി വമൻ ഖലഖൽ അർള വമൻ ഖലഖൽ ജിബാല ഖാലൂ അല്ലാഹ് വഹും ബിഹി മുശ്രികൂൻ. ആ അബൂജഹലും കക്ഷികളും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ട് തന്നെ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ട് തന്നെ, അഥവാ അല്ലാഹുവിന് കൂറുകാരുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവര് പറയും, ആകാശവും ഭൂമിയും പടച്ചതാര്? അവര് പറയും അല്ലാഹ്. അതവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഏത് പറച്ചൽ ഇങ്ങനെ പറയാം, വിശ്വസിക്കലോ അള്ളാഹു കൂറുകാരുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യാം. ഇതാണ് അവരുടെ മനസ്സിലെ പരിപാടി, ഇതാണ് അവരുടെ വിശ്വാസം. പറച്ചല് അല്ലാ, അതേസമയത്ത് വിശ്വാസമോ? വിശ്വാസം അള്ളാഹ് കൂറുകാരനുണ്ട്, കൂറുകാരനുള്ള ഒരല്ല ഇല്ല. അപ്പൊ ഇല്ലാത്തൊരു സങ്കല്പത്തിലാണ് വിശ്വാസം. അതാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ കൂറുകാരനുള്ള അല്ലാ എന്നാണ് അള്ളാഹിനെ പറ്റി പറയുന്നത്. ചോദിക്കട്ടെ, കൂറുകാരനുള്ള ഒരു അല്ല ഉണ്ടോ? കൂറുകാരനുള്ള ഒരു അല്ല ഉണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലാത്ത ഒരു സങ്കല്പമാണ് അവർ സങ്കല്പിക്കുന്നത്. ഉള്ള റബ്ബിൽ അവർ വിശ്വസിക്കുന്നില്ല, കൂറുകാരൻ ഇല്ലാത്ത റബ്ബിൽ അവർ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹുവിന്റെ ഒന്നാമത്തെ സിഫത്ത് മൗജൂദുൻ, വുജൂദ്. അല്ലാഹു ഉള്ളവനാണ്, അല്ലാഹു ഉള്ളവനാണ്. ആ ഉള്ളവനായ അല്ലാഹു, അവന് കൂറുകാരൻ ഇല്ല. പക്ഷേ മുശ്രിക്കുകൾ എന്താ പറയുന്നത്? മുശ്രിക്കുകൾ എന്താ പറയുന്നത്? അള്ളാഹുവിന് കൂറുകാരൻ ഉണ്ട്. കൂറുകാരനുള്ള പടച്ചവനാണ് ആകാശം പഠിച്ചത്. ശരിയാണോ? കൂറുകാരനുള്ള പടച്ചവനാണ് ഭൂമി പഠിച്ചത്. വിശ്വാസാണോ? ഈമാനാണോ? അല്ല കുഫറാണോ? കൂറുകാരനുള്ള പടച്ചവൻ, കൂറുകാരനുള്ള അല്ലാഹ് ആകാശം പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈമാനാണോ?
അത് കുഫറല്ലേ സഹോദരന്മാരെ, അവിശ്വാസമല്ലേ? അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് മിൻ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാതി വമൻ ഖലഖൽ അർള വമൻ ഖലഖൽ ജിബാല, ആകാശങ്ങൾ, ഭൂമികൾ, പർവ്വതങ്ങൾ ആര് പടച്ചു എന്ന് ചോദിക്കുമ്പോ ഖാലു അല്ലാഹ്, ആമനു അല്ലാഹ് എന്നല്ല, അവര് നാവ് കൊണ്ട് പറയും അല്ലാഹ്. ഖാലുവിന്റെ അർത്ഥം ആമനു എന്നല്ല, അവര് പറയും അല്ലാഹ്. വഹും ബിഹി മുശ്രികൂൻ, അവരല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരുമാണ്, അവരല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരും. ഇതിനെങ്ങനെ അർത്ഥം പറയാന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശരിക്കും അർത്ഥം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇപ്രാവശ്യം മൂപ്പര് വന്നിട്ട് പറയാണ് അല്ല അതിനെങ്ങനെയാ പറയാൻ ഇപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കുക അതിനെന്താ അർത്ഥം പറയാൻ? മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ? എന്നെ സ്റ്റേജ് ബുക്ക് അറിയിട്ട് പഠിക്കണോ? ഞാനാരും പഠിക്കണ്ടോ? എന്റെ മൂപ്പർ എന്നോട് പറയാം അവസാനത്തേക്ക് വെച്ചാ ഞാൻ എന്താ വിചാരിച്ച ഈ ഇബാറത്ത് അവസാനത്തേക്ക് വെച്ചാ നിങ്ങൾക്ക് അങ്ങനെ അവസാനാക്കിയാ പറ്റുമോ? അതൊന്ന് വെച്ചു കൊടുത്താ മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ ഫഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും, അതാ അവരുടെ ഈമാന്. നാം മുസ്ലിയാരിനി അടുത്ത പ്രസംഗത്തിലൊന്ന് അർത്ഥം വെച്ചോ. ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ. അനിബ്നു അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും. അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും എന്തറിയോ? അത് അന്നഹും യുഖിറൂന, അവര് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ്. എന്ത്? അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരുടെ സൃഷ്ടാവെന്ന്. എന്നിട്ട് മൂപ്പര് പറയും ആ പഴയ വർത്താനം തന്നെ, ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ ഈമാന് എന്ന് പറഞ്ഞാൽ ഈമാനല്ല എന്ന് പറയും. എന്നാൽ പറയാൻ വരട്ടെ, ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ, ബാക്കി കേട്ടോളൂ. വഹും യഅ്ബുദൂന ഗൈറഹു, അവരെ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും. എന്താ അർത്ഥം വെക്കുക? എന്താ അർത്ഥം വെക്കുക എന്നോട്? ഇതിനെ പഠിക്കാണ്ടിക്ക് പോകുന്നതിനെ കഴിഞ്ഞ പ്രാവശ്യം മിൻ ഈമാനിഹിം എന്താ അർത്ഥം വെക്കുക വെച്ച് ഞാൻ അർത്ഥം വെച്ചു കൊടുത്ത്. ഇപ്രാവശ്യം നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല, ഒപ്പര് പഠിച്ചു. എന്നിട്ട് എന്നോട് ഒരു പഠിച്ചോ പേരോടെ എന്താണ് എന്താ അർത്ഥം വെക്കാന്ന്, എന്താ അർത്ഥം വെക്കാന്ന് കേട്ടോ, പഠിച്ചു വേണമെങ്കിൽ ഒന്നങ്ങനെ എന്റെ വഴി കിടക്കട്ടെ ഒന്നുകൂടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് അന്നഹും യുഖിറൂന വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന്. മാ യുഅ്മിനു എന്നാണല്ലോ ഖുർആനിലെ വാചകം. അപ്പൊ വാസ്തവത്തിൽ ഈ അബൂജഹലിനും കക്ഷികൾക്കും ഈമാൻ ഉണ്ടാവൂല എന്നുറപ്പല്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസമെന്നല്ല, അന്നഹും യുഖിറൂന, അവര് സമ്മതിക്കുന്നു എന്നാണ് അവിടുത്തെ ഈമാനിന്റെ അർത്ഥം. ഉത്തരം മുട്ടുമ്പോ സമ്മതിക്കുന്ന കക്ഷികളാണല്ലോ. അപ്പൊ അവിടുത്തെ അർത്ഥം സാധാരണ നമ്മൾ പറയുന്ന വിശ്വാസം എന്ന അർത്ഥത്തിലുള്ള ഈമാനല്ല, അവര് സമ്മതിക്കുന്നു. അന്നല്ലാഹ ഖാലിഖുഹും, യൂമിനു എന്നുള്ളതിന്റെ തഫ്സീറാണിത്. യൂമിനുവിന്റെ തഫ്സീർ യുഖിറൂന എന്നാണ്. വിശ്വസിക്കുന്നു എന്നല്ല, ഈമാൻ ഉണ്ടായിരുന്നു എന്നല്ല, സമ്മതിക്കുന്നവരായിരുന്നു എന്നാണ് ആ വാക്കിന്റെ തഫ്സീർ, വ്യാഖ്യാനം. എന്നിട്ട് അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരെ പടച്ചതെന്ന് സമ്മതിക്കുന്നവരായിരുന്നു. ഫദാലിക ഈമാനുഹും, അതാ അവരെ ഈമാന്. ശരിയായ ഈമാനല്ല. വഹും യഅ്ബുദൂന ഗൈറഹു, ഏത് നിലക്ക് അവരതാ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഫദാലിക ശിർക്കുഹും തന്നെ എന്താകുക മൗലവിന്റെ ബേജാറ്? ഫദാലിക ശിർക്കും, അപ്പൊ അതാ അവരെ ശിർക്ക് എന്ന അർത്ഥോ മൗലവിന്റെ ബേജാറ്. മൗലവി പഠിച്ചോ, അവിടെ അർത്ഥം ഫദാലിക ശിർക്കുഹും, അതവരുടെ ശിർക്കാണ്. അത് ഇപ്പറുള്ളവ തന്നെ അപ്പുറവും വേണ്ടേ? വേണ്ട. അതിന്റെ അത് അപ്പുറം ഇപ്പുറവും ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് ഓരോന്നിനും തഫ്സീർ പറയേണ്ടത്. പഠിച്ചോ, വേണമെങ്കിൽ 3-4 ആയത്ത് അതിന് പഠിച്ചോ, പിടിച്ചോ, എന്നിട്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ മൗലവിമാരോട് പറ, നിങ്ങൾ എഴുതി തന്നോ കൊണ്ട് ഞാൻ നാദാവരത്ത് പോയപ്പോ സംഗതി വഷളായി എന്ന് പറഞ്ഞേ. സംഗതി വഷളായിന്ന് പറഞ്ഞേ. കേട്ട് പഠിച്ചോ. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അർത്ഥം പറ മൗലവി. ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ, മുഅ്മിനാകാൻ അല്ലാഹു കൽപ്പിക്കാണേ. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ കാഫിറാകട്ടെ. അല്ലാഹു കൽപ്പിക്കാണോ കാഫിറാകാൻ വേണ്ടി?
അല്ല പറഞ്ഞ നിങ്ങളൊക്കെ കാഫറായിക്കോളീന. അപ്പൊ എന്താ അർത്ഥം? മൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവൻ മൂമിനാകട്ടെ. മൂമിനാകാനുള്ള കൽപ്പനയാണ്, അത് ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞതാണ്. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്. അവിശ്വസിക്കരുത് എന്നാണ്. അപ്പൊ നേരത്തെ ഫല്യുമിൻ എന്ന് പറയുമ്പോ വിശ്വസിക്കട്ടെ എന്നാണ്, ഫല്യക്ഫുർ എന്ന് പറയുമ്പോ അവിശ്വസിക്കരുത് എന്നാണ്. പക്ഷെ ഭാഷാർത്ഥത്തിൽ ഫല്യക്ഫുർ അവിശ്വസിക്കട്ടെ എന്നാണ്. പക്ഷെ ഉദ്ദേശം അതല്ല, ഉദ്ദേശം അവിശ്വസിക്കരുത് എന്നാണ്. അല്ല മൗലവി, ഉദ്ദേശിക്കുന്നോ കാഫറായിക്കോട്ടെ എന്നല്ല കൽപ്പിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ മൗലവിമാർക്ക് ധൈര്യമുണ്ടോ? ഇനിയും കേട്ടോ മൗലവിമാരെ, അതാ മറ്റൊരായത്ത് കേട്ടോ. ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബീ. എന്താണ് അവിടെ അർത്ഥം? ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബീ. അവരെന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ. വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണെങ്കിൽ അവിടെ ലിയുമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ കൽപ്പനയാണ്. ഞാൻ വേറൊരായത്ത് ഓതുന്നു, ശരിക്ക് കേട്ടുപിടിച്ചു. എന്താ ആയത്ത്? ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ അവിശ്വസിക്കട്ടെ. അവിടെ കൽപ്പനയാണോ? ഉരീദ ബിഹി തഹ്ദീദു, അത് ഭീഷണിയാണ്. ഇനി ഒന്ന് പോയിട്ട് വാ എന്നറിയില്ല, നമ്മള് പോയിട്ട് വരണോന്നില്ല അർത്ഥം. പോയി വന്നാൽ കാണിച്ചു തരാന്നതിന് വേണം. അതുപോലെ നിന്നെ പോകാൻ പാടില്ല, ഇനി ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പോയിട്ട് വന്നാൽ കാണിച്ചു തരാം, വിടൂലെന്നെ അതിന്റെ അർത്ഥം. ഇതുപോലെ അവർക്ക് കൊടുത്തത് കൊണ്ട് അവരൊന്ന് നന്ദികേട് കാണിക്കട്ടെ, അവരൊന്ന് അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചോളൂ എന്നല്ല, അവിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ച് ഞങ്ങളെ വെറുതെ വിടൂലാന്ന. ഇനിയും കേട്ടോ, നിങ്ങൾ സുഖിച്ചങ്ങ് നടന്നോളൂ, പിന്നെ തിരിയും നിങ്ങൾക്ക്. നടന്നോളൂ എന്നാ നടക്കണ്ടാന്നാ, നടന്നോളൂ എന്നാ സുഖിച്ച് നടക്കണ്ടാന്നാ. ഇനിയും കേട്ടോ, എന്താണ്? അവിശ്വസിക്കാൻ പാടില്ല എന്നാണ് നേരർത്ഥം. എന്താണ് നേരർത്ഥം? അവിശ്വസിക്കട്ടെ എന്നാ. അപ്പൊ എന്ന് പറയുന്ന സ്ഥലത്ത് യുമിനൂ ബി എന്ന് പറഞ്ഞാലോ വിശ്വസിക്കട്ടെ എന്നാ, വിശ്വസിക്കണ്ടെന്നല്ല. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. മൻസാ ഫല്യൂമിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നാണ്. മൻസാ ഫല്യക്ഫുർ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്, വിശ്വസിക്കണമെന്നല്ല. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായിട്ടാണ് ഓരോന്നിനും അർത്ഥം വരിക. ഇനിയും കേട്ടോ മൗലവി, ഖുർആനിലെ ആയത്ത് കേട്ട് പഠിച്ചോ. ഉഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി, അല്ലാഹ് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ. അല്ലാഹ് പറയാൻ അതേ അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിച്ചോ. എന്താ മാന മൗലവി? ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതേ മാനയാണോ? ഉഅ്ബുദൂ മാ ശിഅ്തും എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിച്ചോ തന്നെ ആരാധിക്കണ്ടാന്നാ, ആരാധിക്കണ്ടാന്നാ. ഇവിടെയോ ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാലോ ആരാധിക്കണോന്നാ. അപ്പൊ വാചകത്തിന്റെ അർത്ഥം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച എന്താണ്? മൂപ്പര് 3 പ്രാവശ്യം പറയുന്നുണ്ട് 300 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല മൗലവി, കിതാബോധി പഠിക്കാതെ കേട്ടോ. ബുക്കും വായിച്ച് നടന്നാ പോരാ, കിതാബോധി പഠിക്കണം. ഇനിയും കേട്ടോ, മുശ്രിക്കീങ്ങളെ സലാത്ത്, മുശ്രിക്കീകളെ നിസ്കാരം മുട്ടുംപാട്ടുമാണ്. അവിടുത്തെ സലാത്തിന് അങ്ങനെ അർത്ഥോ? അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില എന്ന് പറഞ്ഞാലോ മുട്ടുംപാട്ടുവാ. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ സലാത്ത് എന്നുള്ള പദം വന്നാൽ മറ്റുള്ള സ്ഥലത്ത് അർത്ഥം അങ്ങനെ. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായി ഓരോ അർത്ഥം ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തതാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്താണ്? മനസ്സിലാക്കാത്തതാണ്. എന്നിട്ട് മൂപ്പര് ചോദിക്കുക എന്നോട്, മനസ്സിലായോ പേരോടെ പഠിക്കും എന്ന് വെച്ചോട്ട് അവനെ ആ അഹങ്കാരത്തിന്റെ വാക്ക്. മനസ്സിലായോ? മനസ്സിലായോ പേരോടെ പഠിക്കു, പേരോടെ പഠിച്ചോ, പിടിച്ചോ,